പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്കു പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ വളരെ കുറച്ചു പേർക്കേ സാധിക്കൂ. എല്ലാ ചിരികളും വെറും ചിരികളല്ല, അതിനു പിന്നിൽ ഒരു കൊടുങ്കാറ്റ് തന്നെയുണ്ട്. മനസ്സിന്റെ വിങ്ങലുകൾ, ആശങ്കകൾ, ദുഃഖങ്ങൾ, വേദനകൾ, നിരവധി ചോദ്യങ്ങൾ ഒക്കെയായിരിക്കും ആ പുഞ്ചിരിക്ക് പിന്നിലുള്ള മനസ്സിലുണ്ടായിരിക്കുക. മനസ്സ് സംസാരിക്കുമ്പോൾ ഹൃദയം പലപ്പോഴും നിശബ്ദമായി പോകും. അങ്ങനെ സ്വന്തം മനസ്സ് കേൾക്കുന്ന മനുഷ്യൻ ജനക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു പോകുന്നു. ഒരു ദിവസം രാത്രി, സമയം 2 മണിയാണ്. നാടും നഗരവും വീടും എല്ലാം ഉറങ്ങിക്കഴിഞ്ഞ നേരം. പക്ഷേ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ മാത്രം ഉറക്കമില്ല. അവിടെ ചോദ്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു? നാളെ എന്തൊക്കെ സംഭവിക്കും? എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അവളുടെ മനസ്സ് ഒരു പഴയ റേഡിയോ പോലെ നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. മനസ്സായതുകൊണ്ട് തന്നെ റേഡിയോ പോലെ ചാനലുകൾ മാറ്റാനോ ശബ്ദം കുറയ്ക്കാനോ സാധിക്കില്ലല്ലോ. ഇങ്ങനെ ചിന്തകൾ തിങ്ങി നിറഞ്ഞ് അന്ന് രാത്രി ആ പെൺകുട്ടിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അന്ന് മാത്രമല്ല, പലപ്പോഴും അവൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് കേട്ട് നിങ്ങളും ചിന്തിക്കുന്നത് എനിക്കും ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ എന്നായിരിക്കും. ചിന്തകൾ കൂടിക്കൂടി ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങളും എത്താറില്ലേ? അതെ, ഇത് ഈ പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, നിങ്ങളുടേതു കൂടിയാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത് ഒരു മനുഷ്യന്റെ തലച്ചോറിലൂടെ ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ്. അവയിൽ ഭൂരിഭാഗവും പഴയതും ഭയം നിറഞ്ഞതും നിരുപദ്രവകരമായ ചിന്തകളുമാണ്. നിരുപദ്രവമല്ലേ എന്ന് കേട്ട് ആശ്വസിക്കാൻ വരട്ടെ. അവ പക്ഷേ നമ്മളെ ദുർബലപ്പെടുത്തുകയും തടയുകയും ചിലപ്പോൾ നമ്മളിൽ നിന്ന് നമ്മളെ തന്നെ അകറ്റുകയും ചെയ്യുന്നവയാണ്. ഓവർ തിങ്കിങ് ആണ് അവ. ഓവർ തിങ്കിങ് ഒരു മോശം ശീലമല്ല, ഇതൊരു മൈൻഡ് ട്രാപ്പാണ്. ഇതിനുള്ള ചികിത്സ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മളത് തിരിച്ചറിയാതെ മൈൻഡ് ട്രാപ്പിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ മൈൻഡ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓവർ തിങ്കിങ് മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ബുക്ക് സമ്മറി ഓഫ് ദി മൈൻഡ് ട്രാപ്പ്. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഓവർ തിങ്കിങ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ പുനർനിർമ്മിക്കുന്നു എന്നാണ്. പക്ഷേ അതൊരിക്കലും നല്ല രീതിയിലല്ല ബ്രെയിനിനെ റീസെറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും അപകടം, ഭയം, നാണക്കേട് എന്നിവ കണ്ടെത്താനും വെറുതെ ആശങ്കപ്പെടാനും പിന്തിരിയാനുമാണ് പ്രേരിപ്പിക്കുക. കൂടുതൽ ചിന്തിക്കുന്ന ഒരാൾ ബുദ്ധിമാനാണെന്നാണ് എല്ലാവരുടെയും ധാരണ. ശരിക്കും ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾ മാനസികമായി ക്ഷീണിതനായ വ്യക്തിയാണ്. അയാളുടെ മനസ്സ് അയാളുടെ നിയന്ത്രണത്തിലല്ല. അയാൾ സ്വന്തം മനസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ സ്വന്തം നിഴലുമായി യുദ്ധം ചെയ്യുന്ന ഒരാളെ പോലെ. എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് പോസ്റ്റിന് കിട്ടുന്നത് വളരെ ചുരുക്കം ലൈക്സും കമന്റ്സും ഒക്കെയായിരുന്നു. ഇതവളെ ഒരുപാട് ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. തന്നെ അറിയുന്നവർക്കൊന്നും തന്നോട് ഇഷ്ടമില്ല എന്നായി അവളുടെ ചിന്ത. ഞാൻ എന്തുകൊണ്ടാണ് ആർക്കും പ്രിയപ്പെട്ടവളാകാത്തത് എന്ന ചിന്ത അവളെ ഒരുപാട് ദുഃഖിപ്പിച്ചു. ഈ ചോദ്യം കാരണം ഉറക്കവും സന്തോഷവും ആത്മാഭിമാനവും ഒക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, പരിഭ്രാന്തമായ മനസ്സ് അവളെ മാനസികമായി തകർന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. നിസ്സാരമായ ഒരു കാര്യത്തെക്കുറിച്ചോർത്ത് ഒരു രാത്രി കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്ത പോലും അവളിലുണ്ടായി. ഇതെല്ലാം ഓവർ തിങ്കിങ്ങിന്റെ ഫലങ്ങളാണ്. ഓവർ തിങ്കിങ് തലച്ചോറിലെ ബദാമിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഭാഗമായ അമിഗ്ഡലയെ ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്നുവെന്നാണ് ശാസ്ത്രം പറയുന്നത്. അമിഗ്ഡല അമിതമായി പ്രതികരിക്കുമ്പോൾ ശരീരം അപകടം മുന്നിലുണ്ടെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ അപകടം മനസ്സിൽ മാത്രമാണ്, പുറത്തല്ല. അത് പക്ഷെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സ് ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ദിവസവും ആയിരക്കണക്കിന് ചോദ്യങ്ങൾ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതിനുള്ള മറുപടികൾ നമ്മൾ കേൾക്കുന്നില്ല. ഈ നിശബ്ദത പതിയെ ഒരൊച്ചയായി മാറുന്നു. നിങ്ങളുടെ സർഗാത്മകതയെ നശിപ്പിക്കുകയും ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും
നിങ്ങൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി നിങ്ങളെ മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് നിങ്ങളെ എത്തിക്കുന്നു. അത്തരമൊരു അവസ്ഥയിലൂടെയാകാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പരിഹാരമുണ്ട്. ഓവർ തിങ്കിങ് എന്ന മനസ്സിന്റെ കെണിയിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അതിനാദ്യം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അതിനെ നിയന്ത്രിക്കാനും നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലായിരിക്കണം, അല്ലാതെ നിങ്ങൾ മനസ്സിന്റെ നിയന്ത്രണത്തിലാകരുത്. അതുകൊണ്ട് ഇപ്പോൾ കമന്റിൽ എഴുതുക, ഇനി ഞാൻ മനസ്സിന്റെ ഉടമയാണ്, അടിമയല്ല എന്ന്. ഓവർ തിങ്കിങ് എന്ന മൈൻഡ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അറിവ് നൽകുന്ന ഒരു വീഡിയോ മാത്രമല്ല ഇത്. നിങ്ങളുടെ മനസ്സിനായുള്ള ഒരു പുതിയ വഴിയാണ് ഇതിലൂടെ ഞാൻ നൽകാൻ ശ്രമിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഓഡിയോപീഡിയ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ചാനലിൽ ആദ്യമായി വരുന്നവരെ ഞാനൊരു കാര്യം അറിയിക്കട്ടെ. നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ കഴിയാത്ത അറിവ് സൗജന്യമായി നൽകുക, നിങ്ങളെ മാനസികമായി വളരാൻ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായകമാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ധൈര്യമായി സ്കിപ്പ് ചെയ്തു പോയിക്കോളൂ. ഇനി പുസ്തകത്തിലേക്ക് തിരികെ വരാം. 8 അധ്യായങ്ങളിലായിട്ടാണ് നിങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാനുള്ള ഇൻഫർമേഷൻസ് ഞാൻ നൽകുന്നത്. നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതെ നമുക്ക് നേരിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 1, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ചിന്ത തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും. ഒരു ചെറിയ വാട്സപ്പ് സന്ദേശത്തിന് മറുപടി വന്നില്ലെങ്കിൽ മനസ്സിൽ ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആരംഭിക്കും. അവൻ എന്നെ അവഗണിച്ചോ, അല്ലെങ്കിൽ അവൾ എന്നോട് ദേഷ്യത്തിലാണോ, ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ എന്നൊക്കെയാണ് ചിന്തകൾ. ഇതാണ് ഓവർ തിങ്കിങ് ലൂപ്പ് എന്ന് പറയുന്നത്. പണ്ട് ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ തന്റെ സ്വപ്ന ജോലിക്കായി അപേക്ഷിച്ചു. നല്ല യോഗ്യത ഉണ്ടായിരുന്നു അവന്, ഒരുപാട് ടാലന്റഡുമായിരുന്നു. അവൻ അപേക്ഷിച്ച സ്ഥാപനത്തിൽ നിന്ന് പക്ഷെ അവനൊരു കോൾ വന്നില്ല. അതോടെ സ്വയം കഴിവില്ലെന്നും അവന്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയെന്നും അവൻ കരുതി. ദിവസങ്ങളും ആഴ്ചകളും അവൻ ഇതേക്കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആ കമ്പനിയിൽ നിന്ന് കോൾ വന്നപ്പോൾ അവൻ ആ ജോലി തിരഞ്ഞെടുത്തില്ല. കാരണം ആത്മവിശ്വാസമില്ലായ്മ അവന്റെ മനസ്സിനെ തളർത്തിയിരുന്നു. ഇതാണ് ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് ഒരു അദൃശ്യ വൈറസ് പോലെയാണ്. അത് നിങ്ങളുടെ തീരുമാനങ്ങളെ പതിയെ നശിപ്പിക്കുന്നു. നമ്മൾ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൽ 80% നെഗറ്റീവാണ്. ഏറ്റവും രസകരമായ കാര്യം 90% ചിന്തകളും ആവർത്തന സ്വഭാവമുള്ളവയാണ് എന്നതാണ്. അതായത് നമ്മൾ ഒരേ പഴയ ചിന്തകളിൽ വീണ്ടും വീണ്ടും ഉഴലുകയാണ്. ഒരു പോപ്കോൺ പോലെ പാത്രത്തിനുള്ളിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് അവിടെ തന്നെ വീണുപോകുന്നു. നീന്താൻ പഠിക്കാത്തവൻ ചിന്തിച്ച് മുങ്ങിപ്പോയി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അതാണ്. അവിടെ നമ്മൾ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വലുതാക്കുന്നു. ഇരുട്ടിൽ ഒരു പസിൽ പരിഹരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയുണ്ടാകും? ആ പസിൽ ഒരിക്കലും പൂർത്തിയാവില്ല. കാരണം നമുക്ക് കണ്ണ് കാണുന്നില്ലല്ലോ. അതുപോലെയാണ് ഓവർ തിങ്കിങ്ങും. എത്ര ചിന്തിക്കുന്നുവോ അത്രയും കുഴപ്പത്തിലാവുകയാണ് ചെയ്യുക. ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ ഒരു ലളിതമായ പരീക്ഷണം നടത്തി. അദ്ദേഹം ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് തന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇതിന്റെ ഭാരം എത്രയാണ്? വിദ്യാർത്ഥികൾ പറഞ്ഞു, 200 മില്ലിലിറ്റർ, 500 മില്ലിലിറ്റർ, ഇങ്ങനെ. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഭാരം അതിനെ എത്ര നേരം പിടിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുമെന്ന്. 1 മിനിറ്റ് ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചാൽ പ്രശ്നമില്ല. 1 മണിക്കൂർ പിടിച്ചാലോ കൈ വേദനിക്കും. 1 ദിവസം മുഴുവൻ പിടിച്ചാലോ കൈ മരവിച്ചു പോകും. ഇതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നെഗറ്റീവായ ചിന്തകളെ കൂടുതൽ നേരം മനസ്സിൽ വെച്ചാൽ തലച്ചോർ മരവിച്ചു പോകും. ശരിയല്ലേ പ്രൊഫസർ പറഞ്ഞത്? ഒരു കാര്യം ഓവർ തിങ്ക് ചെയ്യുമ്പോഴാണ് അത് ഗുരുതരമായി മാറുന്നത്. ഇനി കുറച്ചുകൂടി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം.
ഓവർ തിങ്കിങ് എന്നത് വെറും ചിന്തകളുടെ ഓട്ടമല്ല, ഇതൊരു വൈകാരിക ഊർജത്തിന്റെ ചോർച്ചയാണ്. നിങ്ങൾ ശാരീരികമായ ജോലിയിൽ നിന്നല്ല, മാനസിക സമ്മർദ്ദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ക്ഷീണിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് രാത്രി കിടക്കുമ്പോൾ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, മനസ്സൊരു ശക്തനായ വേലക്കാരനും അപകടകാരിയായ യജമാനനുമാണെന്ന സത്യമാണ്. ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുമ്പോൾ നിങ്ങളൊരു വിദ്യ ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു പേര് നൽകുക. ഇതൊരു ഭയമാണ്, ഇതൊരു സംശയമാണ്, ഇതൊരു സങ്കല്പമാണ് എന്നൊക്കെ. നിങ്ങളുടെ ചിന്തയ്ക്ക് പേര് നൽകുമ്പോൾ തന്നെ അതിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. ഇത് മനസ്സിനെ ഹൈപ്പർ അവസ്ഥയിൽ നിന്ന് ശാന്തതയിലേക്ക് മാറ്റുന്നു. ജീവിതത്തിലെ ഒരു കയ്പുള്ള സത്യം എന്താണെന്നറിയാമോ? കൂടുതൽ ചിന്തിക്കുന്നവർ പലപ്പോഴും കുറഞ്ഞാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം. അതേസമയം കുറവ് ചിന്തിക്കുന്നവർ മാത്രമേ പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു തീരുമാനം വൈകുന്നത് കാരണം ഒരുപാട് അവസരങ്ങൾ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. ഓവർ തിങ്കിങ്ങിനെ പലപ്പോഴും നമ്മൾ ആഴത്തിലുള്ള ചിന്തയായി തെറ്റിദ്ധരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള ചിന്ത നിങ്ങൾക്ക് വ്യക്തതയാണ് നൽകുക. അതേസമയം ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉത്കണ്ഠയാണ് നൽകുന്നത്. ഒരിക്കൽ ഒരു നടൻ പറഞ്ഞത്, യഥാർത്ഥ ജീവിതത്തേക്കാൾ കൂടുതൽ അവസരങ്ങൾ ഞാൻ എൻ്റെ മനസ്സിലാണ് നഷ്ടപ്പെടുത്തിയത് എന്നാണ്. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെയും അവസ്ഥ. ഒരുപാട് ചിന്തിച്ചു കൂട്ടി നിങ്ങൾ എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനിയൊരു രസകരമായ കാര്യം പറയാം. ഒരിക്കൽ ഒരു ടീച്ചർ, മോനെ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊരു കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, മാം, ഞാൻ വീട്ടിലും ക്ലാസ്സിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ്. അവിടെ ടീച്ചർ നൽകിയ മറുപടി എന്താണെന്നോ? മോനെ, നീ ഓവർ തിങ്കർ അല്ല, നിന്റെ മനസ്സ് ആശയക്കുഴപ്പത്തിലാണ്, കൺഫ്യൂഷനിലാണ് എന്നാണ്. ഇങ്ങനെ ആശയക്കുഴപ്പമാണോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണോ നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്നതും നല്ലതാണ്. ചിന്ത നിങ്ങൾക്ക് പരിഹാരം നൽകുന്നതുവരെ അത്തരം ചിന്തകൾ നല്ലതാണ്. എന്നാൽ ചിന്ത നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളും സമ്മർദ്ദവും ആത്മവിശ്വാസമില്ലായ്മയും നൽകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മൈൻഡ് ട്രാപ്പിലാണെന്ന് മനസ്സിലാക്കുക. ചിന്തയ്ക്ക് ആഴമല്ല, ദിശാബോധമാണ് നൽകേണ്ടത്. കാരണം സമുദ്രം എത്ര ആഴമുള്ളതാണെങ്കിലും ദിശ തെറ്റാണെങ്കിൽ നിങ്ങൾ മുങ്ങിപ്പോകുമെന്ന് ഉറപ്പാണ്. ചാപ്റ്റർ 2, ഓവർ തിങ്കിങ്ങിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുകയുള്ളിടത്തെല്ലാം തീ കാണുമെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഓവർ തിങ്കിങ് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല. അതിനു പിന്നിൽ ചില ആഴത്തിലുള്ളതും പറയാത്തതുമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം നമ്മൾ വെറും നിഴലുകളുമായി മല്ലിടുകയേയുള്ളൂ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഭയമാണ്. ആളുകൾ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ഭയം. ഈ ചോദ്യങ്ങൾ നമ്മുടെ ചിന്തകളെ ബന്ദികളാക്കുന്നു. ഒരു പെൺകുട്ടിക്ക് ചിത്രരചനയിൽ വലിയ കഴിവുണ്ടായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും തന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചില്ല. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവൾ ഷെയർ ചെയ്തില്ല. അതിന് കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ചിന്തയാണ്. അവിടെ നിന്നാണ് അവളുടെ ഓവർ തിങ്കിങ് യാത്ര ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളിൽ കുടുങ്ങി നമ്മുടെ സർഗാത്മകതയെ നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ ആഘാതമോ പരാജയമോ ആണ്. ഒരാൾക്ക് മുൻപ് ആരെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അയാൾ ചിന്തിച്ച് ബന്ധങ്ങളെ ഭയക്കാൻ തുടങ്ങും. ഒരിക്കൽ ഷോക്കടിച്ചാൽ ഒരു കുട്ടി സ്വിച്ചിനടുത്ത് പോലും പോകാത്തതുപോലെ ഓവർ തിങ്കിങ് ആ ഭയത്തിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. പുറമേ നിന്ന് മനോഹരവും ഉള്ളിൽ നിന്ന് ഭയപ്പെടുത്തുന്നതുമായ രൂപം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പെർഫെക്ഷനിസമാണ്, പൂർണ്ണത എന്ന ചിന്ത. എല്ലാം പൂർണ്ണമായിരിക്കണം, അപ്പോൾ മാത്രമേ ഞാൻ തുടങ്ങൂ എന്ന ചിന്ത എത്ര അപകടകരമാണെന്ന് അറിയാമോ? പ്രവർത്തിക്കുന്നതിന് മുൻപേ തന്നെ പരാജയം സമ്മതിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണിത്. ഒരു വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഓരോ തവണയും അവൻ ചിന്തിച്ചു, ക്യാമറ അത്ര നല്ലതല്ല, ബാക്ക്ഡ്രോപ്പ് ശരിയല്ല, ശബ്ദം വ്യക്തമാകില്ല എന്നൊക്കെ.
അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവൻ വെറുതെ ചിന്തിച്ച് സ്വന്തം സ്വപ്നം നശിപ്പിച്ചു കളഞ്ഞു. മറ്റൊരു രസകരമായ കാരണം എന്ന് പറയുന്നത് നിയന്ത്രണമില്ലായ്മയാണ്. കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ അവയെ മാനസികമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളുടെ കോൾ എടുക്കാതിരിക്കുമ്പോൾ മനസ്സ് 50 സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപകടം പറ്റിയിരിക്കും, തിരക്കിലാണ്, എന്നെ അവഗണിക്കുകയാണ് എന്നൊക്കെയായിരിക്കും ചിന്തകൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഫോൺ സൈലന്റിലായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കാനാകാത്തതും ഓവർ തിങ്കിങ്ങിനു പിന്നിലുള്ള കാരണമാണ്. ഇനി ഓവർ തിങ്കിങ്ങിന്റെ ശാസ്ത്രീയമായ വശം നോക്കാം. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമനുസരിച്ച് തലച്ചോറിൽ ഡോപ്പമിന്റെ അളവ് കുറവുള്ള ആളുകൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്നു. ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിലെ ഒരു പ്രവർത്തന രാസവസ്തുവാണ്. ഇതിന്റെ കുറവുണ്ടെങ്കിൽ ഒരാൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഭയവും വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ശീലവും ഉണ്ടാകുന്നു. ഓവർ തിങ്കിങ്ങിന്റെ മറ്റൊരു പ്രധാന കാരണം മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ചിന്തകളുടെ ദിശ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ആരുടെയൊക്കെയോ വിവാഹ ചിത്രങ്ങൾ, വിദേശയാത്രകൾ, 6 പാക്ക് ബോഡി, ഇങ്ങനെ പലതും കണ്ട് നിങ്ങൾ ചിന്തയിലാകുന്നു. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയില്ല എന്നോർത്ത് നിങ്ങൾ വെറുതെ വിഷമിക്കുന്നു. കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു തരം തീയാണ്. അതിൽ യുക്തി കത്തിപ്പോവുകയും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഓവർ തിങ്കിങ്ങിന്റെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് അമിതമായ ഒഴിവു സമയവും ഒരു ദിശാബോധവും ഇല്ലാത്തതുമാണ്. മനസ്സൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒഴിഞ്ഞ മനസ്സിൽ പിശാച് കയറിക്കൂടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നത്തെ സ്ക്രോളിംഗ് സംസ്കാരം നമ്മളെ പലപ്പോഴും ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് മാനസികമായി അമിത ഭാരമുള്ളവരാക്കി നമ്മളെ തീർക്കുന്നു. മാത്രമല്ല, ശ്രദ്ധയില്ലായ്മയും മനസ്സ് ശാന്തമല്ലാത്ത അവസ്ഥയും ഇതിന്റെ ഫലങ്ങളാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇനിയൊരു ഓവർ തിങ്കിങ്ങിന്റെ ഹിഡൻ സീക്രറ്റ് പറയാം. ആത്മാഭിമാനമില്ലായ്മ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ ചിന്തയിലും നിങ്ങളെ തന്നെ കുറ്റക്കാരനാക്കുന്നു. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ എപ്പോഴും തെറ്റേ ചെയ്യൂ എന്നീ വാക്കുകളും ചിന്തകളും ഓവർ തിങ്കിങ്ങിന് വെള്ളമൊഴിക്കുന്നവയാണ്. ഓർക്കുക, ആത്മാഭിമാനം സ്വാർത്ഥതയല്ല, അത് അതിജീവനമാണെന്ന്. ഒരു വ്യക്തി ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തുപോയി. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഡോക്ടർ പറഞ്ഞത്, ചിന്തിച്ചോളൂ, പക്ഷേ പരിഹരിക്കാൻ വേണ്ടി വേണം ചിന്തിക്കാനെന്ന്. വെറുതെ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല ചിന്തകൾ വേണ്ടത് എന്നാണ് ഡോക്ടർ മറുപടി പറഞ്ഞത്. ചുരുക്കത്തിൽ, ഓവർ തിങ്കിങ്ങിന്റെ ഈ കാരണങ്ങളെല്ലാം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മളെ അടിമയാക്കും എന്ന സത്യം. ചാപ്റ്റർ 3, ഓവർ തിങ്കിങ് നമ്മുടെ തലച്ചോറിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് നോക്കാം. ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്, എന്നാൽ അമിതമായി ചിന്തിക്കുന്നത് വിഷമായി മാറുന്നു. ഓവർ തിങ്കിങ് ഒരു മൊബൈലിൽ ഒരുപാട് ആപ്പുകൾ തുറന്നിടുന്നത് പോലെയാണ്. സിസ്റ്റം ചൂടാകും, വേഗത കുറയും, പെട്ടെന്ന് ക്രാഷ് ആവാനും സാധ്യതയുണ്ട്. ഇനി ചിന്തിക്കൂ, നിങ്ങളുടെ തലച്ചോർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതും ഹാങ് ആവില്ലേ? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത്, വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ശീലം തലച്ചോറിന്റെ പ്രീ ഫോണ്ടൽ കോർട്ടെക്സിനെ ഓവർലോഡ് ചെയ്യുന്നു എന്നാണ്. ഈ ഭാഗമാണ് തീരുമാനമെടുക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഉത്തരവാദി. ഇത് ക്ഷീണിക്കുമ്പോൾ ഒരാൾക്ക് ആശയക്കുഴപ്പം, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ വർദ്ധിക്കുന്നു. ചെറിയ കാര്യങ്ങളെപ്പോലും ജീവൻ മരണ പ്രശ്നങ്ങളായി അയാൾക്ക് തോന്നാൻ തുടങ്ങുന്നു. മറ്റൊരു കഥ പറയാം. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ എല്ലാ ജോലിയും ചെയ്യുന്നതിനു മുൻപ് 100 തവണ ചിന്തിക്കും. ഒരു ദിവസം അവൻ ഓഫീസിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് വായിച്ചതോടെ അവന്റെ മനസ്സിൽ 50ഓളം ചോദ്യങ്ങൾ രൂപപ്പെട്ടു. അവർ എന്നെ പുറത്താക്കാൻ പോവുകയാണോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ആരെയെങ്കിലും ദേഷ്യപ്പെടുത്തിയോ? അടുത്ത ദിവസം അവൻ അറിഞ്ഞു, ബോസ് ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന്. പക്ഷെ അപ്പോഴേക്കും ആ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. അവന് പാനിക് അറ്റാക്ക് വരെ വന്നിരുന്നു. ഓവർ തിങ്കിങ് നിശബ്ദമായി നമ്മുടെ തലച്ചോറിനുള്ളിൽ
കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നു. ശരീരത്തെ ഫ്ലൈറ്റ് ഓർ ഫ്ലൈ എന്നൊരു മോഡിലേക്ക് മാറ്റുന്ന രാസവസ്തുവാണിത്. ഇനി ചിന്തിക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും ഈ അതിജീവന മോഡിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് എപ്പോഴാണ് സമാധാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുക? നിങ്ങളേറെ വൈകാരികമായൊരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുക. ഓവർ തിങ്കിങ് നിങ്ങളുടെ ശത്രുവായി മാറുന്നു. എന്നും ഗുഡ് മോർണിംഗ് അയക്കുന്ന സുഹൃത്തിന്റെ മെസ്സേജ് ഒരു ദിവസം കാണാതിരുന്നാൽ അവൾക്ക് അല്ലെങ്കിൽ അവന് എന്നോട് ദേഷ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഓവർ തിങ്കിങ് നിങ്ങളുടെ മുഴുവൻ വൈകാരിക ഊർജവും കവർന്നെടുക്കും. യഥാർത്ഥത്തിൽ മെസ്സേജ് വരാത്തതിന് കാരണം സുഹൃത്തിന് പനിയായതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതിനെ ഓവർ തിങ്ക് ചെയ്ത് പ്രശ്നം ഗുരുതരമാക്കി മാറ്റുന്നത് മനസ്സിന്റെ ഒരു കളിയാണ്. അതിനെ നിങ്ങൾ ഇനിയെങ്കിലും ബോധപൂർവം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഹാർവർഡ് മെഡിക്കൽ സ്കൂളിന്റെ റിപ്പോർട്ട് പറയുന്നത്, ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് തലച്ചോറിന്റെ ന്യൂറൽ പാതകളെ മാറ്റുന്നു എന്നാണ്. അതായത് തലച്ചോറിന്റെ വയറിംഗ് പിന്നീട് അങ്ങനെയായി മാറുമത്രേ. നിങ്ങൾ നെഗറ്റീവ് പാറ്റേണിൽ മാത്രം ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ, ഇത് വിഷാദം, ഉത്കണ്ഠ, വിട്ടുമാറാത്ത സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകും. പിന്നീട് ആ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളെ കുരുക്കിട്ട് കെട്ടി ഒന്നിനും കൊള്ളാത്തവരായി മൂലക്കിരുത്തും. ഒരു പഴയ ചൊല്ലുണ്ട്, ചിന്ത ചിതയ്ക്ക് സമാനമാണ് എന്ന്. ഓവർ തിങ്കിങ്ങിൽ നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ നമ്മുടെ വർത്തമാനത്തെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യത്തെയും നമ്മൾ വിശകലനം ചെയ്യുന്നു. അത് ചിന്തിച്ച് ചിന്തിച്ച് തളരുന്നതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പതിയെ പതിയെ നമ്മൾ സ്വന്തം ചിന്തകളിൽ തടവിലാക്കപ്പെടുന്നു. ഒരു ജയിലിൽ അടച്ച തടവുകാരനെ പോലെ പുറം ലോകം കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അതിൽ ജീവിക്കാൻ കഴിയുന്നില്ല. ഇനി സങ്കൽപ്പിക്കുക, നിങ്ങളുടെ തലച്ചോർ ഒരു പൂന്തോട്ടമാണെന്ന്. ഓരോ തവണ നിങ്ങൾ വേവലാതിപ്പെടുമ്പോഴും നിങ്ങൾ അതിൽ ഒരു കള നട്ടുപിടിപ്പിക്കുന്നു. ആ കള പടരുമ്പോൾ അവിടെ പോസിറ്റിവിറ്റിയുടെ പൂക്കൾക്ക് വിരിയുവാനേ കഴിയുകയില്ല. ഓവർ തിങ്കിങ് പോസിറ്റിവിറ്റിയെ ശ്വാസം മുട്ടിക്കും. ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം അത് പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ പരാജയപ്പെട്ടാലോ എന്നാണോ? അപ്പോൾ നിങ്ങൾ പിന്നീട് പ്രവർത്തിക്കാനേ ശ്രമിക്കില്ല. നിങ്ങൾ അത് ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. പരാജയത്തെക്കുറിച്ച് പതുക്കെ സംസാരം പോലും കുറഞ്ഞു പോകുന്നു. ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. പതിയെ പതിയെ നിങ്ങൾ സ്വയം ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന അവസ്ഥയിലെത്തുന്നു. ഒരിക്കൽ ഒരു പയ്യൻ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ ഓരോ തവണയും അവൻ ചിന്തിച്ചു, റിസ്ക് ഉണ്ട്, മത്സരം കൂടുതലാണ്, എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ. അവൻ വെറുതെ ചിന്തിച്ചു കൊണ്ടിരുന്നു. 3 വർഷത്തിനു ശേഷം അവൻ കണ്ടു, അവന്റെ അതേ ആശയത്തിൽ മറ്റൊരാൾ കോടിക്കണക്കിന് രൂപയുടെ ഒരു കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത്, ഓവർ തിങ്കിങ് ശരിക്കും കാലിലെ വിലങ്ങുപോലെയാണ് എന്ന്. നിങ്ങളെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാത്ത, ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യം തരാത്ത വിലങ്ങുകൾ. മനഃശാസ്ത്രപരമായി ഓവർ തിങ്കിങ് നമ്മളെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളുടെ അടിമകളാക്കി മാറ്റുന്നു. നമ്മുടെ മനസ്സിന്റെ ഭാവന അത്രയും ഇരുണ്ടതായി മാറുന്നു. നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് മാറി നടന്നു പോകുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളുടെയും ഇരുണ്ട വശം മാത്രം കാണുമ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ ലോകവും ഇരുണ്ടതായി തോന്നാൻ തുടങ്ങുന്നു. ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു, എനിക്ക് കഴിവുണ്ടോ, എന്നിൽ മൂല്യമുണ്ടോ എന്നൊക്കെ. ഈ ചിന്ത നിങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് യഥാർത്ഥത്തിലുള്ള നിങ്ങളെയല്ല, അവിടെ മറ്റൊരാളാണ് നിൽക്കുന്നത്. ഒരിക്കൽ ആത്മവിശ്വാസമുണ്ടായിരുന്ന ഒരാൾ, ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരാൾ. ആ ആളെ ഇനിയെങ്കിലും നിങ്ങൾ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുക. ചാപ്റ്റർ 4, തലച്ചോറിന്റെ ശാസ്ത്രം. നിങ്ങളുടെ തലച്ചോർ ക്ഷീണിക്കുമ്പോഴും അത് ചിന്ത നിർത്താത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഈ ചിന്തകൾ എത്രത്തോളം ആഴത്തിലായി പോകുന്നുവെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിൽ തന്നെ വഴിതെറ്റിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഓവർ തിങ്കിങ് ഒരു മാനസിക പ്രശ്നമല്ല, ഇത് തലച്ചോറിന്റെ അതിജീവന തന്ത്രമാണ്. അത് ചിലപ്പോൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. മനുഷ്യന്റെ തലച്ചോറിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിന്റെ ഏറ്റവും പ്രാകൃതമായ ഭാഗം അമിഗ്ഡലയാണ്.
നമ്മുടെ വികാര കേന്ദ്രം. ഭയവും അപകടവും തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ജോലി. മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ സംവിധാനം അവനെ സിംഹങ്ങളിൽ നിന്നോ ഭൂകമ്പത്തിൽ നിന്നോ വിഷത്തിൽ നിന്നോ ഒക്കെ രക്ഷിക്കാൻ സഹായിച്ചു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ കാട്ടിലല്ല, ട്രാഫിക്കിലും സമയപരിധികളിലും സാമൂഹിക സമ്മർദ്ദത്തിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ അമിഗ്ഡല ഇപ്പോഴും അത്രയും ഹൈപ്പറാക്റ്റീവാണ്. ഇതിനർത്ഥം നമ്മുടെ തലച്ചോർ അറിയാത്ത എല്ലാ കാര്യങ്ങളെയും ഒരു സാധ്യതയുള്ള അപകടമായി കണക്കാക്കുന്നു എന്നാണ്. ഏതൊരു അനിശ്ചിതത്വം വരുമ്പോഴും അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, ഈ ജോലിയിൽ ഞാൻ വിജയിക്കുമോ ഇല്ലയോ, ഇങ്ങനെ വേണ്ടാത്ത പലതും ചിന്തിച്ച് തലച്ചോർ വളരെ അലേർട്ടായി മാറുന്നു. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാനും തുടങ്ങുന്നു. ഒരിക്കൽ കുറച്ചാളുകൾക്ക് ഒരു ടാസ്ക് നൽകി. ശേഷം അതിന്റെ റിസൾട്ട് അറിയാനായി അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. ആ സമയം അവരുടെ തലച്ചോർ വേദന പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ സജീവമാക്കുന്നതായാണ് ഒരു പരീക്ഷണത്തിൽ കണ്ടത്. അതായത് തലച്ചോർ അനിശ്ചിതത്വത്തെ ശാരീരിക വേദനയായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. ഏതെങ്കിലും വേദനയെ മാനസികമായി മുൻകൂട്ടി നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത്രയധികം ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തകളിലൂടെ അത് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ ഭയപ്പെടുത്തുന്നതായി തോന്നിയിട്ടുമുണ്ടോ? ഹാർവാർഡിന്റെ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് നമ്മുടെ തലച്ചോർ ഒരിക്കലും നിലനിൽക്കാത്ത സാഹചര്യങ്ങൾ പോലും സങ്കല്പിച്ചുണ്ടാക്കുന്നു എന്നാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിന് യഥാർത്ഥ വേദനയും സങ്കല്പത്തിലെ വേദനയും തമ്മിൽ വേർതിരിച്ചറിയാൻ പോലും കഴിയില്ല. അതായത് ചിന്തിച്ച് പരിഭ്രാന്തരാകുന്നതും യഥാർത്ഥത്തിൽ എന്തെങ്കിലും മോശം സംഭവിക്കുന്നതും തലച്ചോറിലുണ്ടാക്കുന്ന പ്രതികരണം ഏകദേശം സമാനമാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളെ ബുദ്ധിമാനാക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇത് യുക്തി, ന്യായവാദം, ആസൂത്രണം എന്നിവയുടെ മാസ്റ്ററാണ്. എന്നാൽ ഈ ഭാഗം ഓവർലോഡ് ആകുമ്പോൾ, അതായത് ആവശ്യമുള്ളതിലും കൂടുതൽ ഡാറ്റ, ഓപ്ഷനുകൾ, സാധ്യതകൾ എന്നിവ വരുമ്പോൾ ഈ പ്രോസസർ ചൂടാകുന്നു. ഒരു ലാപ്ടോപ്പ് ഹാങ് ആകുന്നതുപോലെ നമ്മുടെ തീരുമാനമെടുക്കൽ നിർത്തുന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം നമ്മുടെ തലച്ചോറിന് എല്ലാ കാര്യത്തിലും ഒരു ഉറപ്പ് വേണം. ഒരു തീരുമാനം എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ അത് വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്തും പ്ലേ ചെയ്തും റീവൈൻഡ് ചെയ്തും ഇങ്ങനെ പോകുന്നു. ഇതാണ് ഓവർ തിങ്കിങ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം വരുന്നത് ഡോപ്പമിന്റെ പങ്കാണ്. ഡോപ്പമിൻ ഒരു രാസവസ്തുവാണ്. അത് ചിന്തയിലൂടെ ഒരു പോസിറ്റീവ് ഇമോഷൻ നമുക്കുണ്ടാക്കി തരുന്നു. കുറച്ചുകൂടി ചിന്തിച്ചാൽ ഒരു പക്ഷെ ഉത്തരം ലഭിക്കും എന്ന തോന്നലിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫലമായിട്ടാണ്. മണിക്കൂറുകളോളം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവ ഓവർ തിങ്കിങ്ങിലേക്ക് മാറുന്നു. ഇവിടെയാണ് ആധുനിക ലോകത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം വരുന്നത്. അതായത് വിവരങ്ങളുടെ അമിത ഭാരം. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി ഒരു ദിവസം 10,000-ത്തിലധികം ചിന്തകൾ സ്വീകരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മുതൽ വാർത്തകൾ വരെ ഇങ്ങനെ ചിന്തകൾ സൃഷ്ടിക്കുന്നു. തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെ അതെല്ലാം ആഗിരണം ചെയ്യുന്നു. എന്നാൽ ഒരു സ്പോഞ്ച് ഉണങ്ങിയില്ലെങ്കിൽ അതിന് വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ അമിത ഭാരമുള്ള തലച്ചോറിന് ഒരുപാട് വിവരങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ചിന്തകളിൽ വ്യക്തത കൊണ്ടുവരാൻ കഴിയാതെയാകുന്നു. അങ്ങനെ അവിടെ തീരുമാനങ്ങളും വൈകിപ്പോകുന്നു. നമ്മുടെ ചിന്ത എപ്പോഴും എല്ലാം നിയന്ത്രിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് വരുന്നത്. കാരണം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ അവയെ മാനസികമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ സത്യം എന്തെന്നാൽ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നതാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ മനസ്സുകൊണ്ട് ഒഴിവാക്കി കൈകാര്യം ചെയ്യുക, അല്ലാതെ ഹൃദയത്തിലേക്ക് കൊണ്ടിടുകയല്ല വേണ്ടത്. പക്ഷേ നമ്മുടെ തലച്ചോർ വിപരീതമായി വയേർഡാണ്. അത് അപൂർണമായ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനെ സൈഗാണിക് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് അപൂർണമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തലച്ചോർ കുഴപ്പത്തിൽപ്പെടുന്നു. അതിനാൽ ഓവർ തിങ്കിങ് ഒരു ശീലമല്ല, ഇത് തലച്ചോറിന്റെ ഒരു പരിണാമശേഷിപ്പാണ്
എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഇന്നത്തെ കാലത്ത് ഏതൊരാളെയും അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ഓവർ തിങ്കിങ്. ചാപ്റ്റർ 5. നിങ്ങൾ ഓവർ തിങ്കിങ്ങിന്റെ വലയിൽ കുടുങ്ങിയെന്ന് എങ്ങനെ തിരിച്ചറിയാനാകും? ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് സ്വയം നഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങൾ ആ ചിന്തയിൽ കുടുങ്ങിയെന്ന് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഓവർ തിങ്കിങ് പതിയെ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്നു. നിങ്ങൾക്ക് തോന്നും, ഞാനൊരു ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്, എല്ലാം വിശകലനം ചെയ്യുകയാണ് എന്ന്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ സ്വന്തം മനസ്സിന്റെ കെണിയിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. വിശാൽ എന്നു പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ഒരു മെസ്സേജ് അയക്കുന്നതിനു മുൻപ് 10 തവണ ചിന്തിക്കും. ഇത് ശരിയായ വാക്കാണോ? അവൾ തെറ്റിദ്ധരിക്കുമോ? അവൾ മറുപടി നൽകിയില്ലെങ്കിൽ ഞാൻ നാണം കെടുമോ? എന്നൊക്കെ. ഓരോ പ്രവൃത്തിക്ക് മുൻപും ഒരു ഭയം, ഓരോ ചിന്തയ്ക്ക് ശേഷവും ഒരു പുതിയ സംശയം. നമ്മളിൽ പലരും വിശാലിനെ പോലെയല്ലേ ചിന്തിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾ ചിന്തിക്കുന്നു, ആസൂത്രണം ചെയ്യുന്നു, കണക്കു കൂട്ടുന്നു, പക്ഷേ പ്രവർത്തനങ്ങൾ 0. ഓവർ തിങ്കേഴ്സ് എപ്പോഴും മാനസിക പ്രിപ്പറേഷനിൽ, ആ ഒരു റിഹേഴ്സലിൽ തിരക്കിലായിരിക്കും. ജീവിതം ഒരു സ്റ്റേജ് ആണെന്നും അവർ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നത് പോലെ. നിങ്ങൾ ഒരേ ചിന്തയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നു. പക്ഷെ ഒരിക്കലും അതിൽ വ്യക്തത ലഭിക്കുന്നില്ല. ഇതിനെ വിശേഷിപ്പിക്കാൻ ഒരു പദം ഉപയോഗിക്കാം: റൂമിനേഷൻ. റൂമിനേഷൻ എന്നാൽ ഒരു പശു പുല്ല് ചവയ്ക്കുന്നത് പോലെ ഒരേ ചിന്തയെ വീണ്ടും ചവയ്ക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒന്നും ദഹിക്കുന്നില്ല. ഒരേ ചിന്ത, വ്യത്യസ്ത കോണുകൾ, ഒരേ ആശയക്കുഴപ്പം. ഇത് കാരണം ചെറിയ തീരുമാനങ്ങളിൽ പോലും നിങ്ങളുടെ മനസ്സ് കുടുങ്ങിപ്പോകുന്നു. ഏത് ഷർട്ട് ധരിക്കും? ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ? കൂട്ടുകാരനെ വിളിക്കണോ അതോ വേണ്ടേ? ഇങ്ങനെ മൊത്തം കൺഫ്യൂഷൻസ് ആണ്. ആത്മവിശ്വാസമുള്ള ആളുകൾ 2 സെക്കൻഡിനുള്ളിൽ മുന്നോട്ടു പോകുന്ന ചോദ്യങ്ങളാണിവ. പക്ഷേ ഓവർ തിങ്കേഴ്സ് അവിടെ തളർന്നു പോകുന്നു. നിങ്ങളുടെ മനസ്സ് ഓരോ സാഹചര്യത്തിന്റെയും ഏറ്റവും മോശമായ അവസ്ഥയാണ് ആദ്യം ചിന്തിക്കുക. ആരെങ്കിലും മെസ്സേജ് കണ്ടിട്ട് മറുപടി നൽകാതിരുന്നാൽ മനസ്സ് പറയുന്നു, നിങ്ങൾ അവഗണിക്കപ്പെട്ടു കൂട്ടുകാരാ എന്ന്. ബോസ് ഫീഡ്ബാക്ക് നൽകിയില്ലെങ്കിൽ ഒരു പക്ഷേ എന്റെ ജോലി അപകടത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു. ഇതാണ് ഓവർ തിങ്കിങ്ങിന്റെ ട്രാപ്പ്. നിങ്ങൾ സാധ്യതകളെയല്ല, നെഗറ്റിവിറ്റിയുടെ കണ്ണടയിലൂടെയാണ് ലോകത്തെ കാണുന്നത്. ഓവർ തിങ്കേഴ്സ് ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ആ വാക്ക് പറയേണ്ടിയിരുന്നില്ല, അന്ന് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ. മനസ്സ് വീണ്ടും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവരുടെ. കാരണം കഴിഞ്ഞ സംഭവങ്ങൾക്ക് ഒരു ക്ലോഷർ കണ്ടെത്താൻ അവരെപ്പോഴും ശ്രമിക്കുകയാണ്. ഭൂതകാലത്തിലേക്ക് പോയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്കൊരു പരിസമാപ്തി ലഭിക്കുക? ഓവർ തിങ്കിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നതിന്റെ ഏറ്റവും വേദനാജനകമായ വശം ഇതാണ്. ഭൂതകാലത്തെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ വർത്തമാനത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഓവർ തിങ്കേഴ്സിന് പലപ്പോഴും തോന്നുന്നത് അവർ കൂടുതൽ ബോധവാന്മാരാണെന്നാണ്. പക്ഷെ സത്യം എന്തെന്നാൽ അവർ കൂടുതൽ ഭയപ്പെട്ടവരാണ്. അവബോധം വ്യക്തത നൽകുമ്പോൾ ഓവർ തിങ്കേഴ്സിൽ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന ഭയം തളർച്ച മാത്രം നൽകുന്നു. ഇതാണ് മൈൻഡ് ട്രാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും, എന്നാൽ യഥാർത്ഥത്തിൽ ഭയമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓവർ തിങ്കിങ് തലച്ചോറിന്റെ സമ്മർദ്ദ കേന്ദ്രങ്ങളെ സജീവമാക്കുന്നുവെന്നാണ് ശാസ്ത്രവും പറയുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ കണ്ടത് ക്രോണിക് ഓവർ തിങ്കേഴ്സിന്റെ കോർട്ടിസോൾ ലെവൽ ഉയർന്ന നിലയിലാണെന്നാണ്. അതായത് ശരീരം എപ്പോഴും ഫൈറ്റ് ഓർ ഫ്ലൈ എന്ന മോഡിലായിരിക്കും. എപ്പോഴും പോരാടാനായിരിക്കും അവർ ശ്രമിക്കുക. ഒരു അപകടവുമില്ലാതെയും നിങ്ങളുടെ ശരീരം ഈ ഓവർ തിങ്കിങ്ങിലൂടെ നിരന്തരമായ സമ്മർദ്ദത്തിലകപ്പെടുന്നു. ഓവർ തിങ്കേഴ്സിന് മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നിവ ഇവരുടെ സ്ഥിരം സംശയങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഒരു മൈൻഡ് ട്രാപ്പാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മറ്റൊരാൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ചിലപ്പോൾ ഈ കെണി നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് ഓരോ ചിന്തയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ആത്മവിശ്വാസമില്ലായ്മ നിങ്ങളുടെ ഉള്ളിൽ ഒരു വീടുണ്ടാക്കുന്നു. അവിടെ നിന്ന് പുറത്തു കടക്കുന്നത് എളുപ്പമായിരിക്കില്ല.
അതിനാൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്കണ്ഠയോ ആശയക്കുഴപ്പമോ വൈകാരികമായി ക്ഷീണമോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ നിർത്തുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ വെറുതെ ചിന്തിക്കുകയല്ല, നിങ്ങൾ മൈൻഡ് ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഓഡിയോ ബുക്ക് നിങ്ങൾ ഇതുവരെ കേട്ടതിൽ ഒരുപാട് നന്ദി. ഇങ്ങനെയുള്ള ഓഡിയോകൾ ഉണ്ടാക്കാൻ ഒരുപാട് പ്രയത്നവും സമയവും അത്യാവശ്യമാണ്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. എൻ്റെ അധ്വാനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് അതിലൂടെ എനിക്ക് തോന്നും. ചാപ്റ്റർ 6. ഇനി ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കാം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഘട്ടം ഘട്ടമായി നമുക്ക് പരിശോധിക്കാം. ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഒരു വലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നും. നമ്മൾ തന്നെ നെയ്തെടുത്ത ഒരു വല. എന്ത് സംഭവിക്കും എന്നതിൽ നിന്ന് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്നതുവരെ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓവർ തിങ്കിങ് ഒരു വിഷം പോലെയാണ്. അത് പതിയെ ആത്മാഭിമാനം, ആത്മവിശ്വാസം, സമാധാനം എന്നിവയെ ഇല്ലാതാക്കുന്നു. എന്നാൽ ഇപ്പോൾ ആ വലയിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമാണ്. പതിയെ ഘട്ടം ഘട്ടമായി നമുക്കതിൽ നിന്ന് പുറത്തു കടക്കാം. ആദ്യത്തെ പടി എന്ന് പറയുന്നത് നിർത്തുക, നിരീക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഓടാൻ തുടങ്ങിയെന്ന് കാണുമ്പോൾ ഒരു നിമിഷം നിർത്തുക. ഒരു ഉത്തരവും നൽകരുത്, ഒരു പ്രവൃത്തിയും ചെയ്യരുത്. സ്വയം ചോദിക്കുക, ഈ ചിന്ത ഇപ്പോൾ എന്നെ സഹായിക്കുകയാണോ അതോ എന്നെ ഭയപ്പെടുത്തുകയാണോ എന്ന്. ഈ ചോദ്യം മനസ്സിനെയും അതിൻ്റെ ചിന്തകളെയും മുറിച്ചു കടക്കുന്നു. ഒരു വലിയ ശബ്ദത്തിനിടയിൽ പെട്ടെന്ന് നിശബ്ദത ഉണ്ടാകുന്നത് പോലെയായിരിക്കും ഈ ചോദ്യങ്ങൾ. അടുത്ത പടിയെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് പേര് നൽകുക എന്നതാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പേര് നൽകുക. ഇതൊരു ഉത്കണ്ഠയാണ്, ഇതൊരു ദുഃഖമാണ്, ഇതൊരു സങ്കല്പമാണ് എന്നെല്ലാം. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചിന്തകളെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട വൈകാരിക ഊർജം കുറയാൻ തുടങ്ങുന്നു. ന്യൂറോ സയൻസ് പറയുന്നത് ഓവർ തിങ്കിങ്ങിനെ പേരെടുത്ത് വിളിക്കാനാണ്, അതിനെ മെരുക്കിയെടുക്കാനാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധ മാറ്റുകയാണ്. മനസ്സിനെ വെറുതെ വിടരുത്, കാരണം അത് പഴയ തെരുവിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അതിന് പുതിയൊരു ജോലി നൽകുക. മൈൻഡ്ഫുൾ ആക്ടിവിറ്റികൾ അതിനെ പരിശീലിപ്പിക്കുക. ഉദാഹരണത്തിന് 5 മിനിറ്റ് നടക്കുക, കുറച്ച് ദീർഘമായി ശ്വാസമെടുക്കുക, ജേർണലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ ഓവർ തിങ്കിങ്ങിനെ വെളിച്ചത്തിലേക്ക് തിരിക്കുന്നു. ഇനിയൊരു റിയാലിറ്റി ചെക്ക് ടെക്നിക്ക് മനസ്സിലാക്കാം നമുക്ക്. മനസ്സ് ഒരു കഥയുണ്ടാക്കുമ്പോൾ ആളുകൾ എന്ത് ചിന്തിക്കുമെന്നോ ഞാൻ പരാജയപ്പെടുമെന്നോ പറയുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് ശരിക്കും സംഭവിച്ചതാണോ അതോ ഞാൻ വെറുതെ ഊഹിക്കുകയാണോ എന്ന്. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ചിന്തയിലൂടെ മനസ്സ് പതിയെ പതിയെ നിലത്തുറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. ഓവർ തിങ്കിങ്ങിനെ മാറ്റി നിർത്താൻ ഒരു പ്രായോഗികവും രസകരവുമായ മറ്റൊരു വഴി പറയാം. നിങ്ങളുടെ വേവലാതിക്ക് സമയം നിശ്ചയിക്കുക എന്നതാണ് ഈ വഴി. സ്വയം പറയുക, ശരി, ഞാൻ ഇതിനെക്കുറിച്ച് 10 മിനിറ്റ് മാത്രം ചിന്തിക്കും, എന്നിട്ട് നിർത്തുമെന്ന്. നിങ്ങൾ ഓവർ തിങ്കിങ്ങിന് ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അതിന് യാന്ത്രികമായി ശക്തി കുറയുന്നു. അതെ, ചിലപ്പോൾ മനസ്സിനോട് യുദ്ധം ചെയ്യേണ്ടി വരില്ല. വെറുതെ അതിനെ വഴി തിരിച്ചുവിട്ടാൽ മാത്രം മതി ആശ്വാസം ലഭിക്കാൻ. ഒരു തെറാപ്പിസ്റ്റ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ ചിന്തകളെ അടച്ചുപൂട്ടാൻ ഒരിക്കലും ശ്രമിക്കരുത്. നല്ല ചിന്തകളെ ക്ഷണിക്കുക മാത്രം ചെയ്യുക. ഈ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്വയം ദയ കാണിക്കുക എന്നതാണ്. സ്വയം പറയുക, ഞാനൊരു മനുഷ്യനാണ്, കൂടുതൽ ചിന്തിക്കുന്നത് എന്റെ തെറ്റല്ല, എന്റെ തലച്ചോറിന്റെ ഘടനയാണ്. നിങ്ങൾ സ്വയം വിധിക്കുന്നത് നിർത്തുമ്പോൾ മാനസികമായി സുഖം പ്രാപിക്കാൻ തുടങ്ങുന്നു. ഓവർ തിങ്കിങ് ഒരു ശീലമാണ്. എല്ലാ ശീലങ്ങളെയും പോലെ ഇതിനെയും മാറ്റാൻ കഴിയും. പടിപടിയായി ഓരോ ദിവസവും അതിനായി പരിശ്രമിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സുമായി സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം പുറത്തല്ല, ഉള്ളിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് ഓടുമ്പോൾ അതിനെ പിടിച്ചു നിർത്തരുത്. പതിയെ ദിശാബോധം നൽകുക. ഓടുന്ന മനസ്സിനെ തടയാൻ കഴിയില്ല, പക്ഷേ
അതിനൊരു പുതിയ ലക്ഷ്യം നൽകാൻ തീർച്ചയായും കഴിയും. ചാപ്റ്റർ 7 ഓവർ തിങ്കിങ്ങിനെ മാറ്റിയെടുക്കാൻ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ ചില നിമിഷങ്ങളുണ്ട്. അത് പതിയെ ചിന്തയുടെ ആസക്തിയെ വർദ്ധിപ്പിക്കും. നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് സാധാരണമാണല്ലോ എന്ന്. പക്ഷേ ഈ ചെറിയ ശീലങ്ങളാണ് പലപ്പോഴും നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ ആക്കി തീർക്കുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു ശീലമായി മാറുന്നത്. എന്നാൽ ചില ദൈനംദിന ശീലങ്ങൾ മനഃപൂർവ്വം സ്വീകരിച്ചാൽ ഓവർ തിങ്കിങ് എന്ന ശീലം പതിയെ വേരറുത്ത് നിങ്ങൾക്ക് ഇല്ലാതാക്കാനാവും. ആദ്യത്തെ ശീലം എന്ന് പറയുന്നത് മൈൻഡ് ഡംപിംഗ് ആണ്. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ എല്ലാ ചിന്തകളും അതിലെഴുതി വെക്കുക. പഠനങ്ങൾ പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിലെ ചിന്തകളെ കടലാസിലേക്ക് പകർത്തുമ്പോൾ തലച്ചോറിന് ഒരു സിഗ്നൽ ലഭിക്കുന്നു എന്നാണ്. ഞാനിപ്പോൾ സ്വതന്ത്രനാണ് എന്ന സിഗ്നൽ. ഇത് തലച്ചോറിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നു. രണ്ടാമത്തെ ശീലം ഒരു ടാസ്ക് ആണ്. നമ്മുടെ തലച്ചോറിന് ഒരേ സമയം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ നമ്മൾ സ്വയം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുമ്പോൾ തലച്ചോർ അച്ചടക്കം പഠിക്കുന്നു. ജാപ്പനീസ് പരിശീലനമായ ഇച്ചിഗോ ഇച്ചിയെ ഇതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രാവിലെ ഉണർന്നയുടൻ മൊബൈൽ എടുക്കുന്നത് പതിയെ നമ്മളെ ശ്രദ്ധയില്ലാത്തവരാക്കി തീർക്കുന്നു. തലച്ചോർ ഉണരുന്നതിന് മുൻപേ നമ്മൾ അതിനെ സോഷ്യൽ മീഡിയയുടെ മിഥ്യാബോധത്തിൽ കുടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനു പകരം ഉണർന്നയുടൻ 10 മിനിറ്റ് മാനസിക നിശ്ചലത, അതായത് ഒന്നും ചെയ്യാതെ ശാന്തമായി ഇരിക്കാനുള്ള ശീലം വളർത്തുക. ഇത് തലച്ചോറിലെ അമിതഭാരം കുറയ്ക്കുന്നു. ശാരീരിക ചലനങ്ങളും ഓവർ തിങ്കിങ്ങിനെ ഇല്ലാതാക്കുന്നവയാണ്. ശരീരം ചലിക്കുമ്പോൾ തലച്ചോർ നന്നായി പ്രവർത്തിക്കുന്നു. അത് 15 മിനിറ്റ് നടക്കലായാലും യോഗയായാലും തലച്ചോറും ശരീരവും തമ്മിലുള്ള ബന്ധം സജീവമാവുകയും ഊർജം ശരിയായ ദിശയിൽ ഒഴുകുകയും ചെയ്യുന്നു. മറ്റൊരു മികച്ച ശീലം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഫിൽട്ടറാണ്. നിങ്ങളുടെ മനസ്സിലേക്കൊരു ചിന്ത വരുമ്പോൾ സ്വയം ചോദിക്കുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ എന്ന്. ഉത്തരമില്ലെങ്കിൽ സ്വയം നിർബന്ധിച്ച് നിർത്തുക. ഇത് എളുപ്പമല്ല, പക്ഷേ ദിവസേനയുള്ള പരിശീലനത്തിലൂടെ ഇത് മനസ്സിന്റെ സ്വാഭാവിക പ്രതികരണമായി മാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ദിവസത്തിന് ഒരു നിശ്ചിത അവസാനം ഉണ്ടാക്കുകയാണ്. അതായത് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നിങ്ങൾ സ്വയം പറയുക, ഇന്ന് ഇത്രയും മതിയെന്ന്. തലച്ചോറിന് ഒരു ക്ലോഷർ ലഭിക്കുമ്പോൾ, ഒരു പരിസമാപ്തി ലഭിക്കുമ്പോൾ മാത്രമേ അടുത്ത ദിവസത്തേക്ക് അതിന് സ്വയം റീസെറ്റ് ചെയ്യാൻ കഴിയൂ. ഈ ദൈനംദിന ശീലങ്ങളെല്ലാം സ്വീകരിച്ചാൽ ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കാൻ മാത്രമല്ല, പതിയെ തലച്ചോറിനെ ഒരു പുതിയ പാറ്റേണിൽ റീപ്രോഗ്രാം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അവിടെ ചിന്തകൾ ഒഴുകി നടക്കും. നിങ്ങളെ ചിന്തകളുടെ കുരുക്കിൽ കെട്ടിയിടുന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഇത്തരം ശീലങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചാപ്റ്റർ 8 ശാന്തമായിരിക്കുന്ന ഒരു മനസ്സ് എങ്ങനെ വളർത്തിയെടുക്കാം? ശാന്തത. കേൾക്കാൻ എത്ര ലളിതമെന്ന് തോന്നുന്ന ഈ വാക്ക് യഥാർത്ഥ ജീവിതത്തിൽ അത്രയും അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായിരിക്കണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം, ഭയം, ഉത്കണ്ഠ എന്നിവ മേൽക്കൈ നേടുമ്പോൾ ശാന്തമായ ഒരു മനസ്സുണ്ടാക്കുക എളുപ്പമല്ല. ശാന്തമായ മനസ്സ് ഒരു ജന്മസിദ്ധമായ കഴിവല്ല, മറിച്ച് കഠിനമായ പരിശീലനത്തിന്റെ ഫലമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാലത്ത് ഒരു ബുദ്ധ ഭിക്ഷുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എപ്പോഴും ഇത്ര ശാന്തനായിരിക്കുന്നത് എന്ന്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും എന്റെ റിയാക്ഷൻസിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു, സാഹചര്യങ്ങളെയല്ല എന്ന്. ഇവിടെ നിന്നാണ് ഒരു പുതിയ ചിന്താഗതി ആരംഭിക്കുന്നത്. അത് ഏത് കൊടുങ്കാറ്റിലും സ്ഥിരമായിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ശാന്തമായ മനസ്സിന്റെ ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് പ്രതികരണമില്ലാതെ ബോധവാന്മാരായിരിക്കുകയാണ്. അതായത് ഏതൊരു കാര്യമായാലും ആദ്യം അതിനെ നിരീക്ഷിക്കുക, അല്ലാതെ ഉടൻ ചാടിക്കേറി പ്രതികരിക്കരുത്. നമ്മുടെ ഭയവും ആക്രമണവാസനയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം നിയന്ത്രിക്കപ്പെടുന്നത് നമ്മൾ മറുപടി നൽകുന്നതിനു മുൻപ് ഒരു ചെറിയ ഇടവേള നൽകുമ്പോഴാണ്.
ഇതിനായി ശ്വാസമെടുക്കുന്ന വ്യായാമങ്ങൾ ഏറ്റവും ഫലപ്രദമാണ്. ബ്രീത്തിങ് എക്സസൈസുകൾ. ഏതെങ്കിലും സമ്മർദ്ദമുള്ള സാഹചര്യം വരുമ്പോൾ ഒരു ദീർഘശ്വാസമെടുത്ത് സ്വയം പറയുക, ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ അതിനോട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. ഈ വാചകം നിങ്ങളുടെ തലച്ചോറിന് തൽക്ഷണം ശാന്തതയുടെ സന്ദേശം നൽകുന്നു. മറ്റൊരു ശക്തമായ ശീലം മാനസികമായിട്ടുള്ള ഭക്ഷണക്രമം പാലിക്കലാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ മനസ്സിന്റെ സമാധാനം നമ്മൾ ചിന്തകളെയും ആളുകളെയും ഉള്ളടക്കങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും 10 മിനിറ്റ് സമയം തലച്ചോറിനെ വളർത്തുന്ന കാര്യങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. അല്ലാതെ അതിനെ തളർത്തുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. കാര്യങ്ങളെ അതുപോലെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഓവർ തിങ്കിങ്ങിന്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രാധാന്യം വരുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് ശാന്തമായ മനസ്സ് സമ്മാനിക്കും. ശാന്തമായ മനസ്സുള്ള ഒരു വ്യക്തി യുദ്ധത്തിൽ വിജയമല്ല നേടുന്നത്, സമാധാനത്തിൽ ശക്തിയാണ് നേടുന്നത്. പ്രതികരണം താൽക്കാലികമാണെന്നും അതിന്റെ ഊർജം ശാശ്വതമാണെന്നും അവനറിയാം. അതെന്തിന് ചെലവഴിക്കണമെന്ന് അവൻ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നു. ജപ്പാനിലെ സെൻ സന്യാസിമാർ എല്ലാ ദിവസവും രാവിലെ ഒരു വാചകം സ്വയം ആവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇന്ന് ഞാൻ എന്റെ സമാധാനത്തെ ഒരമൂല്യ വജ്രം പോലെ സംരക്ഷിക്കുമെന്ന്. നമ്മളും ഈ ചിന്തയെ നമ്മുടെ ശീലമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായാലും ഉള്ളിൽ ആഴത്തിലുള്ള നിശബ്ദത നിലനിർത്താൻ സാധിക്കും. ശാന്തമായ മനസ്സ് കേവലം വിശ്രമം മാത്രമല്ല നൽകുന്നത്, അത് നിങ്ങളെ ശക്തനാക്കുന്നു. യുദ്ധം ചെയ്യാതെ തന്നെ യുദ്ധം ജയിക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന്. ദി മൈൻഡ് ട്രാപ്പ് എന്ന പുസ്തകത്തിന്റെ ഉപസംഹാരത്തിലേക്ക് നമുക്ക് വരാം. മനസ്സിന്റെ കെണി, ഓവർ തിങ്കിങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഓവർ തിങ്കിങ്ങിന്റെ കെണി മുതൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള തന്ത്രങ്ങൾ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ പോരാട്ടം മറ്റാരുമായല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സുമായിട്ടാണ് എന്ന്. പക്ഷെ നല്ല വാർത്ത എന്തെന്നാൽ ഈ പോരാട്ടം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന ഉറപ്പാണ്. ഓവർ തിങ്കിങ് ഒരു ബലഹീനതയല്ല, മറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന, എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു മനസ്സിന്റെ അടയാളമാണ്. അത് വഴി തെറ്റിപ്പോയി എന്ന് മാത്രം. ഓരോ തവണയും നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കാണുമ്പോൾ ഈ ട്രാപ്പ് മുറിച്ചു മാറ്റാൻ ആവശ്യമായ ആയുധം ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും അതിന്റെ ആഘാതം എത്ര ആഴത്തിലാണെന്നും ഇതിൽ നിന്ന് പുറത്തുവരാനുള്ള പ്രായോഗികവും ശാസ്ത്രീയവുമായ തന്ത്രങ്ങളും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഇതൊരു പരിശീലനമാണ്, ചെറിയ വിജയങ്ങളുടെ ഒരു യാത്രയാണ്. ഓരോ തവണയും നിങ്ങളൊരു ചിന്തയെ പിടിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ, ശ്രദ്ധ മാറ്റുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്വതന്ത്രനാകുന്നു എന്ന് തിരിച്ചറിയുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഒരു ശാന്തമായ മനസ്സാണ്. ആ സ്വാതന്ത്ര്യം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലുണ്ട്. അതിനാൽ പഴയ ചിന്തകളുടെ കൂട് തുറന്ന് സ്വയം പറക്കാൻ അനുവദിക്കുക. കാരണം നിങ്ങളുടെ പറക്കൽ ആരംഭിക്കുന്നത് ഓവർ തിങ്കിങ്ങിന്റെ ചങ്ങലകൾ പൊട്ടുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ നോ ഓവർ തിങ്കിങ് എന്നെഴുതുക. നിങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഡിയോപീഡിയ മുൻപ് ചെയ്ത വീഡിയോകളുടെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അവയും കാണാൻ ശ്രമിക്കുക. ചാനൽ ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു മികച്ച ഓഡിയോ ബുക്കുമായി വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെ ഇരിക്കുക.